നമസ്കാരം. എൻ്റെ പേര് മിനു എബ്രഹാം. ഞാൻ ചാത്തൻകര സ്വദേശിയാണ്. ഏകദേശം 5 വർഷമായിട്ട് എനിക്ക് ഹാർട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നു. 26 ഹോസ്പിറ്റലിലും കാരിത്താസിലും മുക്കുട്ടുതറ അസിസി ഹോസ്പിറ്റലിലും മാറി മാറി പോയി ചെക്കപ്പൊക്കെ നടത്തിയെങ്കിലും ബ്ലോക്ക് അന്ന് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. 1 വർഷം മുൻപ് 2025 ജനുവരി 6-ാം തീയതി എനിക്ക് നല്ല ശക്തമായ വേദന വരികയും ഞാൻ റാന്നി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഭയം തേടുകയും ചെയ്തു. അവിടെ നിന്നാണ് എനിക്ക് ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടായെന്ന് ഡോക്ടർ പറഞ്ഞ് കാർഡിയോളജിയിലേക്ക് റെഫർ ചെയ്തത്. അതനുസരിച്ച് ഞാൻ പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിൽ എത്തുകയും അവിടെ നിന്ന് ആൻജിയോഗ്രാം എടുത്ത് 5 ബ്ലോക്കും ബ്രാഞ്ചസിനെല്ലാം ബ്ലോക്കും ഉള്ളതായിട്ട് ഡോക്ടർ പറഞ്ഞു. തുടർന്ന് അവിടെ നിന്ന് ആംബുലൻസിന് വളരെ ഗുരുതരാവസ്ഥയിലായിരുന്നതിനാൽ ആംബുലൻസിന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിക്കുകയും തുടർന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് 3 ബ്ലോക്കിന് സ്റ്റെൻറ്റ് ഇടുകയും ചെയ്തു. എങ്കിലും തുടർന്ന് 2 ബ്ലോക്ക് നിലനിൽക്കുന്നു. ബ്രാഞ്ചസിനെല്ലാം ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് കാര്യമായി ജോലിയൊന്നും ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. നടക്കുമ്പോൾ വേദന ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഏകദേശം 3 മാസം മുന്നേ മുതൽ എനിക്ക് വളരെ അധികം വേദന ഉണ്ടാകുകയും ബൈപ്പാസ് ചെയ്യണം എന്നുള്ളൊരു ലെവലിലേക്ക് എൻ്റെ ശാരീരികാവസ്ഥ വരികയും ചെയ്തു. ഇതിനോടിടയ്ക്ക് ഒരു 5 മാസങ്ങൾക്ക് മുമ്പ് കാലിനും പ്രശ്നമുണ്ടായി. കാല് നടന്നു പിന്നെ സ്റ്റെപ്പ് ഇറങ്ങാനോ കയറാനോ ഒന്നും പറ്റുകയില്ല. നടക്കുന്ന വഴിക്ക് പെട്ടെന്ന് മുട്ടുമടങ്ങി ഞാൻ വീഴുമായിരുന്നു. ഒരു ദിവസം 10 പ്രാവശ്യം വരെ വീണ അവസ്ഥയുണ്ടായി. എന്നെ യാത്ര ചെയ്യാൻ ധൈര്യമായിട്ട് പോകാനൊന്നും പറ്റത്തില്ല. ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വളരെ ഒരു ഗതികേടിലായിരുന്നു ഞാൻ കഴിഞ്ഞുകൊണ്ടിരുന്നത്. മുണ്ടക്കൈ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി 10 ദിവസത്തോളം ചികിത്സ നേടിയെങ്കിലും യാതൊരു കുറവുണ്ടായില്ല. കാലിനും പ്രശ്നം, നെഞ്ചിന് വേദനയും ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ശ്വാസമുട്ടൽ ഉണ്ടായി. എപ്പോഴും ശരീരത്തിന് ക്ഷീണമായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ കടലിൽ കയറി കുറച്ച് സമയം കിടക്കും. പിന്നീടാണ് ഉച്ചഭക്ഷണം ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വളരെ ബുദ്ധിമുട്ടിലാണ്. വീട്ടുജോലികൾ ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റെയർ കയറാൻ പറ്റുന്നില്ല, സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റുന്നില്ല. ഇങ്ങനെ വളരെ ഗതികേടിലായിരുന്നു എൻ്റെ അവസ്ഥ. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ മോൻ അമല് വഴി ഇവിടെ ഹെയ്ലോട്ട് ഹെൽത്ത് കെയറിൻ്റെ ആൾക്കാർ, ബഹുമാന്യായ മോഹൻ സാർ ഉൾപ്പെടെ, മോഹൻ സാറും സുനിൽ സാറും ഒരു ദിവസം യാദൃശ്യമായി ഇവിടെ വരികയും അവർ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്നോട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഇച്ചിരി സാമ്പത്തിക പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് എനിക്കതിനകത്ത് ഒരു അല്പം പോലും വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം മെഡിക്കൽ കോളേജിൽ നിന്ന് തന്ന ഗുളിക ഏകദേശം 26 ഗുളികയോളം ഞാൻ ഒരു ദിവസം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ ഇതുകൂടെ മേടിക്കാനുള്ള ഒരു മടിയുണ്ടായിരുന്നു. കാരണം എനിക്കതിനകത്ത് ഒരു അല്പം പോലും വിശ്വാസമില്ല. ഇത്രയും വലിയ അധികം മരുന്ന് കഴിച്ചിട്ട് കുറയാത്തത് ഇവർ തരുന്ന ഈ പ്രൊഡക്റ്റിൽ നിന്ന് കുറയുമോ എന്നൊരു ചോദ്യചിഹ്നമായിരുന്നു മനസ്സിൽ. എന്നാൽ പിന്നെ അവർ മോൻ പറഞ്ഞതല്ലേ എന്ന് ഓർത്ത് ബലമായിട്ട് ആ മരുന്ന് ഇവിടെ വെച്ചിട്ട് പോയി, പ്രൊഡക്റ്റ് ഇവിടെ വെച്ചിട്ട് പോയി. അപ്പോൾ ഇത് ഫ്രൂട്ട്സിൽ നിന്ന് എടുത്താണെന്നാണ് പറഞ്ഞത്. എനിക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് വലിയ ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയില്ല. എങ്കിലും ഞാൻ പിറ്റേ ദിവസം രാവിലെ മുതൽ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങി. അതിനുശേഷം നന്നായിട്ട് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞ് അവർ പറഞ്ഞ രീതിയിലൊക്കെ ഞാൻ ഉപയോഗിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വേദനകളെല്ലാം ഒന്നുകൂടെ ഇളകിയതായിട്ട് തോന്നി. അപ്പം ഞാൻ വീണ്ടും ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കിതൊന്നും പിടിക്കുന്നില്ല, എനിക്കതുകൊണ്ട് ഇത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു 2 നേരം കഴിക്കാൻ പറഞ്ഞത് 3 നേരം ഉപയോഗിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു മിക്കവാറും ചത്തുപോകായിരിക്കും എന്നാണ് കരുതിയത്. എങ്കിലും എന്തായാലും എന്നാ വന്നാലും വേണ്ടല്ല, കഴിച്ചു നോക്കാമെന്നുള്ള ഇതിൽ കഴിച്ചു. ഒരു 4-ാമത്തെ ദിവസം മുതൽ എനിക്ക് വേദനകൾ കുറയുന്നതായിട്ട് തോന്നി. 5-6 ദിവസമായപ്പോൾ എനിക്ക് നല്ലൊരു ശരീരത്തിൽ നല്ലൊരു ഉന്മേഷം ഉണ്ടായി. എന്തായാലും ഇപ്പം പഴയതുപോലെ നെഞ്ചുവേദന വരുന്നതിന് മുമ്പത്തെ പോലെ എനിക്ക് ഓടി നടക്കാനും ജോലികൾ ചെയ്യാനും എല്ലാം സാധിക്കുന്നുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും എനിക്കിപ്പോൾ ഇല്ല. എൻ്റെ കാലിൻ്റെ പ്രശ്നങ്ങൾ മാറി. കയറ്റം കയറുന്നതിന് പ്രശ്നമില്ല. സ്റ്റെയർ കയറുന്ന ഒരു ദിവസം ഒരു 5-8 തവണ ഞാൻ മുകളിലേക്കും താഴേക്കും കയറാറുണ്ട്. പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട്. കുർബാനയുടെ സമയത്തൊക്കെ മിക്കവാറും ഇരിക്കുകയായിരുന്നു പതിവ്. എന്നാലിപ്പം അതിനകത്ത് സജീവമായിട്ട് പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട്.
നല്ലൊരു ഉന്മേഷം ഉണ്ടായി. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് ക്യാൻസർ പേഷ്യൻറ്റിന്, ഡയാലിസിസ് ചെയ്യുന്നവർക്ക്, മറ്റ് ജീവിതശൈലി രോഗങ്ങളുള്ളവർ, യൂറിക് ആസിഡ്, യൂറിൻ ഇൻഫെക്ഷന്, പൈൽസ്, ഇന്ന് വേണ്ട എല്ലാ രോഗങ്ങൾക്കുമുള്ള സന്ധിവാതം, ആമവാതം, എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പ്രൊഡക്റ്റ് ഇവരുടെ കയ്യിലുണ്ട്. ഈ ഹെയ്ലോൺ ഹെൽത്ത് കെയർ കൊണ്ടുവന്നവരെ ഞാൻ നമിക്കുന്നു. കാരണം ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു ജീവിതത്തിലെ ഒരു പ്രത്യാശയിലേക്ക് എന്നെ നയിക്കാനായിട്ട് ഇതിന് കഴിഞ്ഞു. അപ്പം തീർച്ചയായിട്ടും അസുഖങ്ങളുള്ളവർ, വിട്ടുമാറാത്ത രോഗങ്ങളും ഒക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഈ പ്രൊഡക്റ്റ് എത്ര ത്യാഗം സഹിച്ചാലും വാങ്ങി ഉപയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നന്ദി ഹെയ്ലോൺ ഹെൽത്ത് കെയറിന്. ഇതിൻ്റെ സ്ഥാപനം